നമ്മുടെ കൂട്ടത്തിൽ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മാനസികമായ ടെൻഷനുണ്ടോ, അതുപോലെ സമ്പത്തിൽ വർധനവ് വേണോ, ഭക്ഷണത്തിൽ വിശാലത വേണോ, അങ്ങനെ എന്ത് ആഗ്രഹം നിങ്ങളിലുണ്ടോ ഈ ഒരു സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിയാൽ കരുണക്കടലായ റബ്ബ് ആ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരുമെന്ന് പഠിപ്പിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുപോലെ എന്ത് രോഗമുണ്ടെങ്കിലും, സിഹർ ബാധിച്ചാൽ, കണ്ണേറ് ബാധിച്ചാൽ, കുഞ്ഞുമക്കളിങ്ങനെ നിർത്താതെ കരയുന്നത് കണ്ടാൽ, അതുപോലെ തന്നെ നമുക്ക് വിഷം തീണ്ടിയാൽ പോലും ഈ സൂറത്ത് ഓതേണ്ട രീതിയിൽ ഓതേണ്ടവർ ഓതി മന്ത്രിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മന്ത്രിക്കാൻ പറ്റിയ മനോഹരമായ സൂറത്താണ്. ആ സമയത്ത് ആ സെക്കൻഡിൽ തന്നെ ആ വിഷം ഇറങ്ങിപ്പോവുകയും ശിഫയാവുകയും ചെയ്യുമെന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആ സൂറത്തിനെ കുറിച്ചാണ് വിശദമായി നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് മനോഹരമായ പ്രഭാതവും ഹൃദ്യമായൊരു ദിവസവും സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരുപാട് ആളുകളാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സങ്കടങ്ങൾ, വേദനകൾ, കുടുംബ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, കടങ്ങൾ, അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങൾ, സിഹറുകൾ, കണ്ണേറുകൾ. ഒരു സ്വസ്ഥതയുമില്ല ഉസ്താദേ, ഒരു സ്വസ്ഥതയുമില്ല, ജീവിക്കാൻ തോന്നുന്നില്ല, ആത്മഹത്യയുടെ വക്കീലാണെന്ന് പോലും പറഞ്ഞവരാണ്. എന്തിനാ നമ്മളങ്ങനെ ടെൻഷൻ അടിക്കണേ? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് മനുഷ്യരെ നമ്മൾ ടെൻഷൻ അടിക്കണത്? എന്തിനാണ് ടെൻഷൻ അടിക്കണത്? അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നതല്ലാതെ നമ്മുടെ കയ്യിൽ വല്ലതുണ്ടോ? നമ്മൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് നമുക്കുള്ള അവസ്ഥ മാറിപ്പോവോ? പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കണേ? ഒരു മനുഷ്യന് കടമുണ്ട്, ഇയാളിങ്ങനെ ടെൻഷൻ അടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കട ഇല്ലാണ്ടാവുമോ? ഇല്ല. ആ സമയത്ത് അവൻ എന്ത് മനസ്സിലാക്കണം? എൻ്റെ റബ്ബെന്നെ പരീക്ഷിക്കുകയാണ്. ഞാൻ ക്ഷമിച്ചുകൊണ്ട് വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, ക്ഷമിച്ചുകൊണ്ട് അള്ളാഹിനോട് സഹായം തേടിയാൽ, ക്ഷമയും നിസ്കാരവും ഒരുമിച്ച് ക്ലബ്ബ് ചെയ്തിട്ട് നമ്മൾ പടച്ചവനോട് ചോദിച്ചാൽ അള്ളാഹ് തരുമെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. പക്ഷെ നമുക്കതിന് പറ്റണില്ലെങ്കിൽ നമുക്ക് എവിടെയോ ഒരു ന്യൂനത സംഭവിച്ചിട്ടുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇറക്കി തന്നതാണ്. അതിലൊന്ന് ശിഫയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഖുർആനിൽ ശിഫ ഉണ്ടെന്നേ. എന്തിനാ അവനെ ടെൻഷൻ അടിക്കണേ? അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എൻ്റെ പശുവിൻ്റെ കയറ് കാണാതെ പോയാൽ ഞാൻ ഖുർആൻ നോക്കി കണ്ടുപിടിക്കും എന്നാണ്. യാ അല്ലാഹ്, അത്രത്തോളം ഇൽമ് എവിടെയുണ്ട്? ഖുർആനിലുണ്ട്. പിന്നെയാണ് നമ്മുടെ കൊച്ചു കടങ്ങൾ. അല്ലാഹ് വീട്ടിൽ തരും. ട്രസ്റ്റ് അല്ലാഹ്. അള്ളാഹിനെ വിശ്വസിക്ക്, അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്ക്, അവനിൽ മുറുകെ പിടിക്ക്. അള്ളാഹു കൈവിടുകയില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ എല്ലാ ടെൻഷനും, എന്ത് പ്രയാസവും, കടമാകട്ടെ, ജപ്തിയുടെ വക്കീലാണ്, ടെൻഷനാകട്ടെ, ഭക്ഷണത്തിൽ വിശാലത വേണോ, എല്ലാത്തിനും പരിഹാരമേകുന്ന മനോഹരമായ ഒരു സൂറത്തുണ്ട് ഖുർആനിൽ. ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ സൂറത്താണ് അത്രയത്. സുബ്ഹാനല്ലാഹ്. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ഫാത്തിഹ. പടച്ചോനെ, ഫാത്തിഹ സൂറത്തോ? പിന്നെ ഇതെപ്പോഴും ഓതാനല്ലേ? ഇതിൻ്റെ മഹത്വം നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നാണ്. നമുക്ക് പഠിക്കാം, മഹത്വങ്ങൾ പഠിക്കാം, അതിൻ്റെ ആശയം പഠിക്കാം. പഠിച്ചിട്ട് നമ്മൾ ആ ആശയമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടൊന്ന് ഓതി നോക്കിയേ, ആ സെക്കൻഡിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. വല്ലാത്തൊരു മാനസിക സംതൃപ്തിയും. എല്ലാ വിഷമമൊക്കെ പമ്പ കിടക്കുന്നേ ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വാഗ്ദത്തമാണ്. പിന്നെന്ത് വേണം? ഒരുപാട് പേരുകളുണ്ട് ഈ പറയുന്ന സൂറത്തുൽ ഫാത്തിഹക്ക്. സൂറത്തു ഷിഫ. അതാ ഷിഫയാണ് ഈ സൂറത്ത്. എന്ത് രോഗമായിക്കോട്ടെ, നമ്മുടെ മക്കൾക്കൊരു പനി വന്നാൽ, ഒരു പ്രയാസം വന്നാൽ എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടണ്ട. ചെറിയൊരു പനിയൊക്കെ ആണെങ്കിൽ ഒന്ന് ഫാത്തിഹ ഓതി മന്ത്രിച്ചു ഓതേണ്ട രീതിയിൽ ഓതേണ്ടവർ ഓതണം കേട്ടോ. അങ്ങനെയുണ്ട്. അതായത് 24 മണിക്കൂറും മഹാമോശമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരാൾ ചിലപ്പോൾ ഫാത്തിഹ ഓതി മന്ത്രിച്ചു കഴിഞ്ഞാൽ ഗുണം കിട്ടിക്കൊള്ളുന്നില്ല. ദിക്റ് ചൊല്ലുന്ന നാവിന് വലിയ പ്രത്യേകതയുണ്ട്. ഞാനത് പറഞ്ഞുതരാം. വലിയ മഹത്വങ്ങളാണ്. അതിനർത്ഥം ഹോസ്പിറ്റലിലേക്ക് പോകണ്ടെന്നൊന്നുമല്ല. ആത്മീയ ഭൗതിക 2 മേഖലയിൽ ചികിത്സകളുണ്ട്. രണ്ടും നമുക്ക് പ്രായോഗികമാണ്. ഫാത്തിഹ, നമ്മുടെ കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുന്ന മക്കളുണ്ടാകും രാത്രിയിൽ, മന്ത്രിക്കാൻ പറ്റിയ സൂറത്താണ്. എങ്ങനെയാണെന്ന് നമുക്ക് വഴിയെ പഠിക്കാം. അതുപോലെ തന്നെ സൂറത്തു റുഖയ്യ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുന്ന സൂറത്ത് നിന്നാണ്. മറ്റൊന്ന് ഷിഫയുടെ സൂറത്താണ്. എല്ലാ രോഗത്തിനും ഷിഫയുണ്ട്. മറ്റൊന്ന് മന്ത്രിക്കാൻ പറ്റുന്ന സൂറത്താണ്. മറ്റൊന്ന് ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഉമ്മയാണ്. ഖുർആനിൻ്റെ ഉമ്മ. യാ അല്ലാഹ്, ഒരു മകൻ എത്രയൊക്കെ വളർന്നാലും ആ മകൻ ഉമ്മയെ വെച്ച് നോക്കുമ്പോൾ ഉമ്മയേക്കാൾ ചെറുതാണ്. ആ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെയാണ് ആ മകൻ വളർന്നത്, അല്ലെങ്കിൽ ആ മകൾ വളർന്നത്, ഇല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ മകൻ എത്രയൊക്കെ ഉയർന്നാലും ആ മകനെ വളർത്തിയെടുത്ത ഉമ്മയുടെ സ്ഥാനം എത്രയാണ്? അത് അതിനേക്കാൾ ചിലപ്പോൾ മികച്ചു നിൽക്കും, ഇല്ലേ? അപ്പോൾ ഖുർആനിൻ്റെ മുഴുവൻ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ.
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കലും ഞാനിങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ മുത്തുനബി തങ്ങൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിൽക്ക് ഞാൻ ഇപ്പോൾ ഇറങ്ങിയ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇത് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയി പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ ചോദിച്ചു, അബൂ സഈദ് റളിയല്ലാഹു അൻഹു, നബി അങ്ങനെ എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അത് അൽഹംദു സൂറത്താണ്. അതായത് സൂറത്തുൽ ഫാത്തിഹയാണത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണത്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ എത്ര ഹദീസുകൾ അങ്ങനെ കാണാം. അതിൻ്റെ ആ ഒരു മഹത്വം കൊണ്ടല്ലേ 5 വഖത്ത് നിസ്കാരത്തിലും നിർബന്ധമായി നമുക്ക് ഫാത്തിഹ ഓതേണ്ടത്. അത്ര മഹത്വമല്ലേ, നിർബന്ധമായിട്ട് ഫാത്തിഹ ഓതണം. ഫാത്തിഹയിൽ ഒരു അക്ഷരം തെറ്റിയാൽ നിസ്കാരം മുഴുവൻ ബാത്തിലായി പോകും. അത്ര മഹത്തരമാണ് ഫാത്തിഹ. സുബ്ഹാനല്ലാഹ്. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടൊരു ഹദീസ് ഉണ്ട്, വല്ലാത്തൊരു ഹദീസാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് തുല്യമായി തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ അതുപോലെ ഖുർആനിൽ തന്നെയോ മറ്റൊരു സൂറത്തില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? സൂറത്തുൽ ഫാത്തിഹയ്ക്ക് തുല്യമായിട്ട് ഇഞ്ചീലിലില്ല, ഇഞ്ചീലൊന്നുമില്ല. അതുപോലെ തന്നെ തൗറാത്തിലില്ല, ജബൂറില്ല, ഒന്നുമില്ല. പിന്നെയോ ഖുർആനിലും മറ്റു സൂറത്തുകൾ കാണാൻ കഴിയില്ല. ഫാത്തിഹയുടെ അത്ര വലിപ്പമുള്ളൊരു സൂറത്തും എവിടെയില്ല ഖുർആനിൽ നിന്നാണ്. യാ അല്ലാഹ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ഈ ഫാത്തിഹ നമുക്ക് പടച്ചോനിങ്ങനെ അറിഞ്ഞരുളി തന്നതാണ്, നമ്മൾ ഉപയോഗിക്കാത്തല്ലേ. നമ്മളെപ്പോഴാണ് ഫാത്തിഹ അതുപോലെ അൽഫാത്തിഹ വിളിക്കേണ്ടി വരും നമ്മൾ ഫാത്തിഹ ഓതണമെങ്കിൽ. അപ്പം മാത്രം അതുല്യ റോക്കറ്റ് വിട്ടല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അങ്ങനെ ഓതിയിട്ട് കാര്യമില്ല, അങ്ങനെ ഓതിയിട്ട് കാര്യമില്ല കേട്ടോ. ഓതേണ്ട രീതിയിൽ ഓതണം. അങ്ങനെ ഓതേണ്ട രീതിയിൽ നിങ്ങൾ ഓതിയാൽ ടെൻഷൻ മാറും. എന്തിനേറെ 5 വഖത്ത് നിസ്കാര ശേഷം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, 5 വഖത്ത് നിസ്കാര ശേഷം ഒരാൾ 20 തവണ സൂറത്തുൽ ഫാത്തിഹ പതിവാക്കി 5 വഖത്തിലും കൂടെ 100 തവണ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ മാനസിക ടെൻഷൻ മാറും. അതുപോലെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കും. കുടുംബത്തിൽ ബറക്കത്ത് നൽകി സ്നേഹമുണ്ടായി 2 ലോകത്തും മനോഹരമായി തീരും. കുടുംബത്തിൽ ഐശ്വര്യം ലഭിക്കുമത്രേ. യാ അല്ലാഹ്, എത്ര മഹത്തരമാണ് കാര്യങ്ങൾ. മാനസിക ടെൻഷൻ ഇപ്പോൾ വരാൻ എന്തൊക്കെ വേണം? കടം കയറി ആകെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്, മാനസിക ടെൻഷൻ ഉണ്ടാവും. സിഹറും കണ്ണേറും കൊണ്ട് വലഞ്ഞ് നിൽക്കുകയാണ്, മാനസിക ടെൻഷൻ ഉണ്ടാവും. കുടുംബത്തിൽ വഴക്കും പ്രശ്നമാണ്, മാനസിക ടെൻഷൻ ഉണ്ടാവും. സാമ്പത്തിക ഞെരുക്കാണ്, മാനസിക ടെൻഷൻ ഉണ്ടാവും. ഇതൊക്കെ മാറും. എന്ത് ചെയ്താൽ മതി? 5 വഖത്ത് നിസ്കാര ശേഷം 20 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് അള്ളാഹിനോട് ദ്വാരക്ക്. അങ്ങനെ 100 ഫാത്തിഹ ഒരൊറ്റ ദിവസം ഓതി നോക്ക്. അള്ളാഹു അത് സ്വീകരിക്കും. അള്ളാഹു പ്രയാസങ്ങളൊക്കെ ഭക്ഷണത്തിൽ ബർക്കത്ത്, ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവണമെങ്കിൽ സമ്പത്തിൽ ബർക്കത്ത് വേണ്ടേ? ഇല്ലേ? കച്ചവടത്തിൽ ബർക്കത്ത് വേണ്ടേ? ഭക്ഷണത്തിൽ വിശാലത തരും അള്ളാഹു റബ്ബുൽ ആലമീൻ തരും. അത്ര വലുതാണ് ഫാത്തിഹ. യാ അല്ലാഹ്. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് 313 തവണ ഒരു മനുഷ്യൻ ഫാത്തിഹ ഓതിയാൽ അയാളുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും. ഹലാലായ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉസ്താദേ വീടില്ല, എത്ര നാളായി കാത്തിരിക്കണം, 25 കൊല്ലമായി സ്ഥലം വാങ്ങിയിട്ടിട്ട് വീട് വെക്കാൻ 5ൻ്റെ പൈസ ഇല്ല. 313 തവണ നിങ്ങൾ ഫാത്തിഹ ഓതി അള്ളാഹുവിനോട് ദ്വാരക്ക്. വീടിൻ്റെ ആ ഒരു കാര്യങ്ങൾ എളുപ്പമാകുന്നത് വരെ നിങ്ങൾ ദ്വാരക്ക്. അള്ളാഹു എളുപ്പാക്കി തരും. മഹത്വക്കരുടെ വാക്കാണത്. 313 തവണ സൂറത്തുൽ ഫാത്തിഹ മനോഹരമായി ഓതി നോക്ക്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിൻ്റെ ഒരു സംഭവമുണ്ട്, മന്ത്രിക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഹദീസുണ്ട്. സ്വഹാബത്തിന് യാത്ര പോവാണ്, ഒരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിലുള്ള ആളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും. ഞങ്ങളും സൗകര്യം ചെയ്തു തരും, പോയി പണി വെക്കുന്നതാണ്. അവർക്ക് പരിചയമില്ലാത്ത ആളുകളാണ്, മൈൻഡ് ചെയ്തില്ല, ഒരു സഹായം ചെയ്തു കൊടുത്തില്ല. അപ്പോൾ അവരിങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഗ്രാമമുഖ്യന് വിഷം തീണ്ടുന്നത്. പാമ്പോ മറ്റോ കടിച്ചിട്ട് വിഷം തീണ്ടി. അപ്പോഴത്തേക്ക് അവിടുന്ന് ആളുകൾ ഓടി വന്നു, നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടോ? സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാട്ടത്. നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടോ? അപ്പോൾ മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്തേ? ഞങ്ങൾ ചോദിക്കണ പൈസ തന്നെ. അതായത് ചില ആളുകൾ പറയും മൗലിയാന്മാർ പൈസയ്ക്ക് ഇരിക്കുകയാണ്. നിങ്ങളോട് ഏതെങ്കിലും മുസ്ലിയാർ, ഏതെങ്കിലും ഉസ്താദ് മൗലിദിന് വരുമ്പോൾ ഇത്ര തന്നാലേ ഞാൻ വീട്ടിൽ വന്ന് മൗലിദ് ഓതുള്ളൂ, ഇത്ര തന്നാലേ നിങ്ങൾക്ക് ഞാൻ മന്ത്രിച്ചിട്ടുള്ളൂ എന്ന് ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പറഞ്ഞാൽ പോലും തെറ്റില്ല എന്നീ പറയണേ. പറഞ്ഞത് ക്ലിയറായോ? അങ്ങനെ പറഞ്ഞാൽ പോലും തെറ്റില്ല. പക്ഷേ ഉസ്താദന്മാർ ആരും പറയില്ല, നിങ്ങൾ കൊടുക്കുന്നതേ അവർ വാങ്ങുള്ളൂ, അതും ബർക്കത്തിന്. കാരണം നമുക്കൊരു കാര്യം അവർ ചെയ്തു തരുമ്പോൾ മന്ത്രിച്ച് തരുന്നു. വെറുതെ മന്ത്രിക്കണതിനാ? നമ്മുടെ ആവശ്യമാണ്. നമുക്കൊരു മന്ത്രിച്ച് തരുന്നു, നമ്മളൊരു ഹദിയ കൊടുക്കുന്നു. ഹദിയാണത്, സമ്മാനാണത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക. ആരെങ്കിലും ചോദിച്ച് മേടിക്കണ്ടോ? അത് ഇല്ല. അവരുടെ സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ നമ്മൾ അവരെ വെറുതെ വിടണോ? ഇങ്ങനെയല്ലോ ചെയ്യേണ്ടത്. ഒരു മാന്യതയല്ലേ? അതിൻ്റെയൊക്കെ പേരിൽ പരിഹസിക്കുന്നവർ ബുദ്ധിയില്ലാത്തവരാണ്. അല്ലാഹു ബോധം കൊടുക്കട്ടെ. ഏതായാലും അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
പറ്റില്ല, 30 ആട് തരണം. ഒരു റിപ്പോർട്ടിൽ 100 ആടാണ് നിങ്ങൾ, നമുക്ക് ഏറ്റവും കുറഞ്ഞത് മേടിക്കാം. 30 ആടിന് ഇപ്പോഴത്തെ കണക്ക് വെച്ച് എത്രയായി? ഒരു 15,000 രൂപ വെച്ച് വേണ്ട, ഒരു 10,000 രൂപ വെച്ച് കൂട്ട്. 10,000 രൂപ വെച്ച് കൂട്ടിയാൽ 30 ആടിന് എത്രയായി? 3 ലക്ഷം രൂപയായി. എന്തിന്? ഒന്ന് മന്ത്രിക്കാനായിട്ട് 3 ലക്ഷം തന്നാൽ ഞങ്ങൾ വരാമെന്ന്. യാ അല്ലാ, എന്തും തരാം. നേരെ ചെന്നു, ഫാത്തിഹ ഓതി മന്ത്രിച്ചു. എന്തോതി മന്ത്രിച്ചു? വേറെ ഒന്നുമില്ല. നമ്മളൊക്കെ മന്ത്രിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അരമണിക്കൂർ ഇരുന്ന് മന്ത്രിക്കേണ്ടി വരും. പക്ഷേ ഇതൊന്നുമില്ല, സൂറത്തുൽ ഫാത്തിഹ ഓതി അങ്ങ് മന്ത്രിച്ചു. എന്ത് സംഭവിച്ചു? വിഷമൊക്കെ ഇറങ്ങിപ്പോയി. ആളപ്പം തന്നെ ചാടിയും കണിട്ടു. സംഭവം 30 ആട് കിട്ടി. ഫാത്തിഹയുടെ മഹത്വം മനസ്സിലാക്കണം കേട്ടോ നിങ്ങൾ. 30 ആട് കൈ കിട്ടി. പക്ഷേ ഇതും കൊണ്ട് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ എങ്ങനെ പോകും? ഇതുവരെ ഇങ്ങനെ നമ്മൾ മേടിച്ചിട്ടില്ല, ചോദിച്ചാരോടും മേടിച്ചിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ എങ്ങനെ പോകും? അപ്പോൾ അവർക്കിടയിൽ തന്നെ ഒരു ചേരിതിരിവ് വന്നു. നബി തങ്ങളോട് ചോദിച്ചിട്ട് എടുക്കാം. റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്താ മന്ത്രിച്ചത്? ഫാത്തിഹയാണ് നബിയെ. നല്ല മന്ത്രം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല എന്താ കിട്ടിയത്? ആടിനെ കിട്ടി നബിയെ. എന്നാലേ വീതം വെച്ച് കൊടുക്കുമ്പോൾ ഒരു പങ്ക് എനിക്കും തരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മന്ത്രിച്ച് പൈസ വാങ്ങിയെന്നല്ല, മന്ത്രിച്ച് വാങ്ങിയ പൈസയിൽ നിന്ന് ഷെയറും ചോദിച്ചിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസാണ്. മനസ്സിൽ വിശാലതയുള്ളവർക്ക് ഇത് തന്നെ മതി, ഈമാനുള്ളവർക്ക് ഇത് തന്നെ മതി, അല്ലേ? അതുപോലെ തന്നെ വിഷബാധ ഏറ്റവരെ തിർമിദിയിൽ റിപ്പോർട്ട് കാണാമല്ലോ. വിഷബാധ ഏറ്റവരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 തവണ മന്ത്രിക്കാറുണ്ടായിരുന്നു. ഫാത്തിഹ ഓതിയിട്ട് 7 ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിക്കും, വിഷം ഇറങ്ങിപ്പോവും. പറഞ്ഞ ക്ലിയറായോ? അപ്പോൾ എന്ത് പ്രയാസം നേരിട്ടാലും, ഇപ്പോൾ നമുക്ക് വിഷബാധയൊക്കെ ആയിട്ടും നമ്മൾ വെറുതെ ഫാത്തിഹ മന്ത്രിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറയണത്. ഏത് മന്ത്രവും നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ചികിത്സയുടെയൊക്കെ ഒപ്പം 7 ഫാത്തിഹ ഓതി മന്ത്രിച്ച് നോക്കിയും ആ പ്രയാസമൊക്കെ നീങ്ങിപ്പോണത് നമുക്കറിയാൻ പറ്റും എന്നുള്ളതാണ്. ദുറുൽ മൻസൂറിൽ ഒരു റിപ്പോർട്ട് ഇങ്ങനെ കാണാം. സ്വഹാബത്തൊക്കെ ഇങ്ങനെ ഒരു യുദ്ധയാത്രയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്വഹാബി ബോധം കെട്ട് വീണു. അപ്പോൾ മറ്റൊരു സ്വഹാബി എന്ത് ചെയ്തു? ചെവിയിൽ പോയിട്ട് ആ ബോധം വെറ്റ് കിടക്കുന്ന സ്വഹാബിയുടെ ചെവിയിൽ പോയിട്ട് ഫാത്തിഹ ഓതി കൊടുത്തു. സ്വഹാബി ഞെട്ടിങ്ങനെ ചാടി എഴുന്നേറ്റു, ബോധമൊക്കെ വന്നു. നബി തങ്ങളോട് സംഭവം പറഞ്ഞപ്പോൾ, ശരിയാണ്, എന്ത് രോഗത്തിന് ഇതിലും മരുന്നുണ്ട്, അത് ഉമ്മുൽ ഖുർആനാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിക്കുക അതിൻ്റെ മഹത്വം എത്രയാണെന്ന് ചിന്തിച്ച് നോക്കിയേ. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരിക്കൽ സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നബി തങ്ങളുടെ അടുക്കലിരിക്കുമ്പോൾ ആകാശത്തു നിന്നൊരു സൗണ്ട് കേട്ടു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, നബിയെ, അത് ആകാശലോകത്തൊരു കവാടമാണ്, ഇന്ന് വരെ അത് തുറന്നിട്ടില്ല, ഇന്ന് വരെ ആ കവാടം തുറന്നിട്ടില്ല. ആ വാതിലിലൂടെ ഒരു മലക്കിങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നബിയെ, ഇന്ന് വരെ ഈ മലക്ക് ഭൂമിയിലേക്ക് വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഭൂമിയിലേക്ക് ഈ മലക്ക് വരുന്നത്. ആ മലക്കിങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സലാം പറയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങൾക്ക് സലാം പറയാണ്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു അങ്ങേക്ക് 2 പ്രകാശങ്ങൾ തന്നിട്ടുണ്ട്, അത് സ്വീകരിക്കണേ നബിയെ. മുമ്പ് ഒരു നബിക്കും അത് കിട്ടിയിട്ടില്ല. 2 പ്രകാശങ്ങൾ എന്തൊക്കെയായിരുന്നു അതെന്നറിയോ? ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്, മറ്റൊന്ന് സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗം ആമന റസൂലാണ്. 2 സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗവും. എന്നിട്ട് പറയുന്നുണ്ട്, ഈ 2 നിങ്ങൾ പാരായണം ചെയ്തിട്ട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അള്ളാഹു നൽകും. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്. അപ്പോൾ എന്ത് മനസ്സിലായി? ഇത് ദുആ ചെയ്തിട്ട് ഇത് ഓതിയിട്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് അതിനെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിച്ചോ, അള്ളാഹു റബ്ബുൽ ആലമീൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മലക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ എത്ര വലിയ മഹത്തരമായ കാര്യമാണത്. യാ അല്ലാ, യാ അല്ലാ. അപ്പോൾ ഇതൊന്നുമല്ല, സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം പറഞ്ഞാൽ തീരൂല, അത്രത്തോളം ഉണ്ട്. അപ്പം നമ്മളുടെ ഒരു ഡെയിലി റൊട്ടീനായി 5 വഖത്ത് നിസ്കാര ശേഷം 20 തവണ സൂറത്തുൽ ഫാത്തിഹ മനസ്സറിഞ്ഞ് ആശയം ഉൾക്കൊണ്ടോത്. എന്താ ആശയം? എൻ്റെ കൂടെ ഒന്ന് ഫാത്തിഹ ആദ്യം ഒന്ന് ഓദിക്കേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. യാ അല്ലാഹ്. ആശയം അതിമനോഹരമാണ്. ഒന്നൊന്ന് ആശയം പറഞ്ഞു തരട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു അള്ളാഹുവേ, അഊദു ബില്ലാ, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു.
മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. മനസ്സിലത് മനസ്സിലാക്കുക. അവൻ്റെ എന്തോരം ഷെറുകളാണ് നമ്മുടെ ജീവിതത്തിൽ പല ടെൻഷനുകൾ ഉണ്ടാക്കുന്നത്. സിഹർ, കണ്ണേർ, അങ്ങനെ തുടങ്ങിയ എല്ലാ ഷെറും പിശാചിൻ്റെ ഭാഗത്തു നിന്നാണ്. സംഭവം ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ്. ആ കുറേ ഷെറൊക്കെ അള്ള ഏൽപ്പിച്ചു കൊടുത്തതാണ് പിശാചിൻ്റെ കയ്യിൽ നിന്നാണ്, പിശാചിൻ്റെ കയ്യിലാണ്. അവനും കാരണമായിട്ടാണ് നമ്മളിലേക്ക് ഇതൊക്കെ വന്ന് ഭവിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ഷെറിൽ നിന്ന് പടച്ചോനെ കാവൽ തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ, അള്ളാൻ്റെ നാമത്തിൽ, റഹ്മാനും റഹീമുമായ അള്ളാഹ്. റഹ്മാൻ കാരുണ്യവാൻ, കരുണാവാരിധിയായ റബ്ബ്. റഹ്മാൻ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ ഗുണം ചെയ്യുന്ന അള്ളാഹ്. റഹീം, റഹീം ആഖിറത്തിൽ വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്ന അള്ളാഹ്. ഞങ്ങളതിൽ പെടുത്തണേ തമ്പുരാനെ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, സർവസ്തുതിയും, സർവസ്തുതിയും. അത് പറയുമ്പോൾ എല്ലാ സ്തുതിയും റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ്. എങ്ങനെയുള്ള അള്ളാഹുവാണ്? റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ, ലോകത്തിൻ്റെ മുഴുവൻ നാഥനായ പരിപാലകനായ അള്ളാഹ്. എൻ്റെ മനസ്സിൽ വലിയവനായിട്ട് പിന്നെ ആരും ഉണ്ടാകാൻ പാടില്ല. എൻ്റെ രാഷ്ട്രീയ നേതാവൊന്നും അല്ല വലുത്. ഏറ്റവും വലുത് അള്ളാഹുവാണ്. അവനാണ് സർവസ്തുതിയും, അവനാണ് സർവസ്തുതിയും. എന്ത് പ്രയാസം നേരിട്ടാൽ അൽഹംദുലില്ലാ പറയണമെന്നാണ്. യാ അള്ളാഹ്, മക്കൾ മരിച്ചാൽ പോലും ഇന്നാലില്ല പറഞ്ഞിട്ട് അൽഹംദുലില്ലാ പറയണമെന്നാണ്. അള്ളാഹ് എന്തെങ്കിലും ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സായിട്ട്. എന്തിനും അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്ത് നമുക്ക് ചിലപ്പോൾ ബോധ്യപ്പെട്ട് കൊള്ളുന്നില്ല. ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമുണ്ട്. അതായത് 5 പെൺമക്കളുള്ളൊരു വാപ്പ, ഉമ്മ ക്യാൻസർ വന്ന് മരിച്ചുപോയി. ഈ വാപ്പയാണ് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നത്. വാപ്പാക്ക് പ്രയാസമായി, വാപ്പാക്ക് ശാരീരികമായി, വാപ്പക്കും ക്യാൻസർ ബാധിക്കുകയാണ്. ഈ വാപ്പ മരിച്ചുപോയി. ശരിക്കും ആളുകളിങ്ങനെ ചിന്തിച്ചു, പടച്ചോൻ എന്തൊരു ക്രൂരതയെ ചെയ്തല്ലേ. ഈ 5 മക്കളെയും നന്നായി നാട്ടിലുള്ള ആളുകൾ കെട്ടിച്ചു വിട്ടു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ബാപ്പ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരു 5 പൈസ ഒരു മനുഷ്യൻ കൊടുക്കൂലായിരുന്നു. ഈ 5 മക്കളെ കെട്ടിക്കാനായിട്ട് എത്ര ആളുകളുടെ മുമ്പിൽ ആ മനുഷ്യൻ കൈ നീട്ടേണ്ടി വരുമായിരുന്നു. അതൊന്നും വേണ്ടി വന്നില്ല. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് നമുക്ക് ബോധ്യപ്പെട്ട് കൊള്ളുന്നില്ല. 5 മക്കളെ ഈ നാട്ടുകാർ ഭംഗിയായിട്ട് കെട്ടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്ക് മക്കളില്ല. അള്ളാഹുവിൻ്റെ അവർ ചെയ്ത നന്മ കൊണ്ടായിരിക്കും ചിലപ്പോൾ മക്കളെ കൊടുക്കാത്തത്. കാരണം അവരുടെ വിധിയിൽ ആ മക്കൾ വളർന്നു വലുതായി ആ ഉമ്മയെ ദ്രോഹിക്കുന്ന, ബാപ്പയെ ദ്രോഹിക്കുന്ന മകനെ ആയിരിക്കാം അവർക്ക് ഖലായിലുണ്ടായിരുന്നത്. പക്ഷേ അവർ ചെയ്ത ഏതൊരു നന്മ കൊണ്ട് അള്ളാഹ് അത് തട്ടിക്കളഞ്ഞു. പക്ഷെ അവർക്കത് അപ്പം മനസ്സിലാവില്ല. ആഖിറത്തിൽ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയണം. അങ്ങനെ അള്ളാഹ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ഹിക്മത്തുണ്ട്. അവൻ റബ്ബാണ്, അവൻ പരിപാലകനാണ്, നമ്മൾ അവൻ പരിപാലിക്കുകയാണ്. ഉമ്മ നമ്മളെ പരിപാലിക്കുന്നതിനേക്കാൾ ഏറെ നമ്മളെ സ്നേഹിക്കുന്ന റബ്ബുൽ ആലമീൻ പരിപാലിക്കുകയാണ്. അർ-റഹ്മാനിർ റഹീം. ഈ ഫാത്തിഹ ഉണ്ടല്ലോ, ഒരു ആയത്ത് മാത്രം നമുക്ക് 10 ദിവസം ചർച്ച ചെയ്താലും തീരൂല. അത്ര മഹത്തരമാണ്. യാ അല്ലാഹ്, ബിസ്മിയുടെ അർത്ഥം തന്നെ 1000 ഒട്ടകത്തിന് ചുമക്കാനുണ്ടെന്നാണ്. യാ അല്ലാഹ്, ചിന്തിച്ച് നോക്കിയേ, എത്ര മഹത്തരമാണത്. യാ അല്ലാഹ്, നമുക്കിടക്ക് ഫാത്തിഹ വിശദമായിട്ട് ചർച്ച ചെയ്യണം. അർ-റഹ്മാനിർ റഹീം അല്ലേ, റഹ്മാനായ റഹീമായ അള്ളാഹു. അതിൻ്റെ ആശയം നമ്മൾ നേരത്തെ പറഞ്ഞു. അതെന്തുകൊണ്ട് രണ്ടാമത് പറഞ്ഞു എന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു തലമാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കലാകാം. മാലികി യൗമിദ്ദീൻ, അന്ത്യനാളിൻ്റെ ഉടമയായ റബ്ബ് എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ പറയാൻ കാരണം എന്താ? ആദ്യം മുതൽ അവസാനം വരെ എല്ലാത്തിൻ്റെയും ഉടമ അവനാണ്. നമ്മൾ വെറും അടിമയാണ്. അതായത് ഭാര്യ ഭർത്താവിൻ്റെ അടിമയല്ല. അല്ലല്ല, ഭർത്താവ് ഭാര്യയുടെ അടിമയല്ല. നമ്മൾ ആരുടെ മാത്രം അടിമയാണ്? അള്ളാൻ്റെ മാത്രം അടിമയാണ്. ഇയ്യാക നഅ്ബുദു, അവിടെ മുതൽ കളം മാറുകയാണ്. അവിടെ മുതൽ നിസ്കാരത്തിലാണെങ്കിൽ പോലും നമ്മൾ നേരിട്ട് ഇത് പറയുമ്പോൾ അള്ളാഹ് നമുക്ക് ഉത്തരം തരും എന്നാണ്. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാം കേട്ടോ. നിസ്കാരത്തിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, അതിങ്ങനെ പറയുമ്പോൾ അള്ളാഹ് നമുക്ക് ഉത്തരം തരും. യാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആശയം ഉൾക്കൊണ്ട് പറയണം. ഇയ്യാക എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള അള്ളാഹിനോട് പറയണേ. അത് ഈ മാലിക് യൗമിദ്ദീൻ വരെ നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അല്ലാഹ്. ഇയ്യാക നസ്തഈൻ വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അല്ലാഹ്. അപ്പോൾ ഒരു സംശയം, അവിടെ നമ്മൾ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉമ്മാനോട് സഹായം ചോദിക്കുന്നുണ്ട്, ബാപ്പാനോട് സഹായം ചോദിക്കുന്നുണ്ട്, നബിതങ്ങളോട് സഹായം ചോദിക്കുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ മഹാരഥന്മാരോട് സഹായം. അപ്പോൾ അതൊക്കെ തെറ്റല്ലേ എന്നാണ് ഇല്ലേ? അപ്പോൾ അങ്ങനെ അല്ലാണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഇപ്പോൾ ഞാൻ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം, അങ്ങനെയാണ് അവിടെ അർത്ഥം. അല്ലാതെ ജീവിച്ചിരിക്കുന്നവരോടൊക്കെ ചോദിച്ചോ, മരിച്ചവരോട് ചോദിക്കാൻ പാടില്ല എന്നൊന്നും ആ ആയത്തിലില്ല. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് ഊതിക്കൊണ്ട് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് മോനേടാ ഇച്ചിരി വെള്ളം ഇങ്ങനെ എടുത്ത് ഉമ്മച്ചി ഇച്ചിരി കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ ആയത്തിൻ്റെ എതിരായില്ലേ? അതതിൻ്റെ ആശയമല്ല. എന്താ അതിൻ്റെ ആശയം? ഇയ്യാക നസ്തഈൻ, പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ. ബാക്കി എന്ത് സഹായം ഞങ്ങൾ ആരോട് ചോദിച്ചാലും അതിൻ്റെ ഉടമ നീ തന്നെയാണ്. അത് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ മോനോട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് താന്നൊരു ഉമ്മ പറയാണ്, ആ മോൻ അത് ചെയ്യാൻ കഴിയണമെങ്കിൽ
ആ മോന് അത് ചെയ്യാൻ കഴിയണമെങ്കിൽ ആര് സഹായം കൊടുത്തിട്ടാണ്? അള്ളാഹുവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് വെള്ളമെടുത്ത് തരുന്ന സഹായം അവന് കൊടുത്തതാരാ? അള്ളാഹു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വെള്ളം തരുന്ന സഹായം എനിക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. ഇപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സ്വഹാബത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നബിയെ എനിക്ക് മറവിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഹീഹ് ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാമല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മറഞ്ഞ സഹായം ചോദിക്കുകയാണ്. എന്താ ചോദിക്കണം? നബിയെ എനിക്ക് മറവി രോഗം ബാധിച്ചു, എന്ത് ചെയ്യും നബിയെ? നബി ഡോക്ടറാണോ? അല്ലല്ല, നബി തങ്ങളുടെ അടുക്കൽ മുഅ്ജിസത്തുണ്ട്, അള്ളാഹ് കൊടുത്ത കഴിവുണ്ട് എന്ന ബോധ്യത്തിലാണ് ചോദിക്കണേ. ചോദിച്ചു, എനിക്ക് മറവിയാണ്. നബി തങ്ങൾ എന്താ പറയുക? എപ്പോഴാ ശിർക്ക് ചെയ്യില്ലേ എന്നൊന്നും അല്ല പറഞ്ഞത്. അബൂ ഹുറൈറ ഉബുസ്തരിദാഅക്, നിങ്ങളുടെ അരപ്പട്ട ഒന്നിങ്ങനെ വിരിച്ചു പിടിക്ക്. അരപ്പട്ട വിരിച്ചു പിടിച്ചു. അന്തരീക്ഷത്തിൽ നിന്ന് 3 തവണ എന്തോ ഇങ്ങനെ കോരിയിട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണെന്നറിയില്ല, അതിങ്ങനെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. പിടിച്ചു. എന്നിട്ട് പറയുന്നുണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതുമുതൽ ഒന്നും ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളായിട്ട് ആര് മാറിയത്? അബൂ ഹുറൈറ. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഹിഫ്ള് മെമ്മറി ഉണ്ടായിത്തീരുന്നത് ആർക്കാണെന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും കൂടുതൽ മെമ്മറി ആർക്കുണ്ടായിരുന്നു? അബൂ ഹുറൈറക്ക് ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. ചിന്തിച്ചു നോക്ക്, എന്തുകൊണ്ടാണ്? ഈ അഭൗതികമായ സഹായം മുത്തുനബിയിൽ നിന്ന് ലഭിച്ചതുകൊണ്ടാണ്. ഇനി വഫാത്തിൻ്റെ ശേഷം പോലും ബിലാലുൽ മുസ്നി റളിയല്ലാഹു അൻഹു ഖബറിൻ്റെ അടുക്കൽ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇസ്തഖ്ലി ഉമ്മതിക് ഇന്നഹും ഖദ് ഹലകൂ. നബിയെ മഴയില്ല നബിയെ, മഴ തരണേ നബിയെ. നബിയാണോ മഴ തരണത്? ആ സ്വഹാബിക്ക് അറിയാൻ പാടില്ലേ? സ്വഹാബത്തൊക്കെ കാഫറായിപ്പോയോ? അല്ലല്ല. എന്താ ചോദിച്ചതിൻ്റെ അർത്ഥം? നബി അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിത്തരണേ, അല്ലെങ്കിൽ അള്ളാഹ് തന്ന കഴിവിൽ നിന്ന് മുഅ്ജിസത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ തരണേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ മഴ തരണത് ആരാ? അള്ളാഹുവാണ്. രോഗം മാറ്റുന്ന ആരാ? അള്ളാഹുവാണ്. ഡോക്ടർ നമുക്ക് മെഡിസിൻ തന്നു, ഡോക്ടറാണ് എൻ്റെ രോഗം മാറ്റിയെന്ന് നമ്മൾ പറയുമോ? ഇല്ലല്ല. ഇനിയിപ്പോൾ നമ്മൾ ആ ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ രോഗം മാറി എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഡോക്ടർ രോഗം മാറ്റിയെന്നല്ല, ആ ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് രോഗം മാറിയെന്നാണ് നമ്മൾ എടുത്തു പറയണമെന്നില്ലേ ഉള്ളൂ. നമ്മുടെ കൽബിൻ്റെ അകത്തതുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? ഇപ്പോൾ ചിലർ പറയും, എൻ്റെ മോനെ ആകെ പ്രയാസത്തിൽ, പക്ഷേ മമ്പുറത്ത് പോയപ്പോൾ എൻ്റെ മോന് നല്ല സുഖമായി എന്ന് പറഞ്ഞാൽ മമ്പുറന്തങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പടച്ചുണ്ടാക്കിയതല്ല. മമ്പുറന്തങ്ങളുടെ കറാമത്ത് കൊണ്ട് ശിഫയായി. ആ കറാമത്ത് ആര് കൊടുത്തു? അള്ളാഹ് കൊടുത്തു. സഹായം എവിടുന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. ക്ലിയറായി. ഇതാണ് സുന്നികൾ ചെയ്യുന്നത്. ഇതൊക്കെ വെറും ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കിറുക്കാണെന്ന് പറഞ്ഞ് സംഘടന വളർത്തുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ അവർ തമ്മിലാ തല്ലുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഇപ്പോൾ ഒരു മുജാഹിദ് പറയുന്നത് നീയാണ് കാഫിറെന്ന് അപ്പുറത്തെ മുജാഹിദിനോട് പറയാം. അള്ളാഹ് വെറുതെ വിടുമോ? കാരണം ഇത്രയും സ്വാലിഹീങ്ങളെ കാഫിറും മുശ്രിക്കും ആക്കിയവന്മാരെ അള്ളാഹ് വെറുതെ വിടുമോ? അള്ളാഹ് വെറുതെ വിടില്ല. കാരണം ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ, നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു സഹോദരി കമൻറ്റ് ചെയ്തു, എന്തിനാണ് ഉസ്താദെ പുത്തൻവാദികളെ പറയണേ? പുത്തൻവാദികളെ ഞാനല്ല പറഞ്ഞത്, മുത്തുനബി തങ്ങളുടെ ഹദീസിലുണ്ട്. മുത്തുനബി തങ്ങളുടെ ഹദീസിൽ പോലും മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ മുസ്ലിംകളെ മുശ്രിക്കാക്കുന്നവരാണ്. ഇപ്പോൾ ഈ എഴുതിവിട്ട ഉമ്മ തന്നെ, ഈ എഴുതിവിട്ട സഹോദരിയുടെ വാപ്പാനെക്കുറിച്ച് അവർ പറയുന്നത് കാഫിറാന്നാണ്. കാരണം ആ വാപ്പ ഏതെങ്കിലും മൗലിദ് ചൊല്ലിയിട്ടുണ്ടാവും. നിങ്ങൾ മൗലിദിൻ്റെ സദസ്സിലിരിക്കുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് അവർ കാഫിറാന്നാണ് പറയണേ. നമ്മളെക്കുറിച്ച് കാഫിറും മുശ്രിക്കാണെന്ന് ഒരാൾ പറഞ്ഞാൽ അവനെ വിമർശിക്കാൻ പാടില്ല, നമ്മൾ മിണ്ടാതിരിക്കും. അവന് നമ്മളെ കാഫിറെന്ന് വിളിക്കാമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ? ക്ലിയറായി നമുക്ക് ഇനി വേണ്ട വിട്. അവസാന കാലത്ത് ലയൻസിലെന്നെ ഈസാ അലൈഹിസ്സലാം, ഈസാ നബി ഇറങ്ങി വരും. എന്നിട്ടോ പന്നിയെ കൊല്ലും, ദജ്ജാലിനെ കൊല്ലും, കുരിശ് തകർക്കും. ഇതൊക്കെ നമുക്കറിയാം. എന്നിട്ടോ തുമ്മല ഇൻ ഖാമ അലാ ഖബരി, എൻ്റെ ഖബറിൻ്റെ അടുക്കൽ വരും. ഫഖാല യാ മുഹമ്മദ് നബിയെ എന്നെ സഹായിക്കണേ എന്ന് വിളിക്കും. ല ഉജീബന്നഹു, ആ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കും. എന്തേ സംഭവം? ഈസാ നബി അലൈഹി സ്വലാം മുത്തുനബി തങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ വന്ന് സഹായം ചോദിക്കണം. ഈസാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് സഹായിക്കും, ഞാൻ മറുപടി കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇവരൊക്കെ കാഫിറായി പോയോ? ഇയ്യാക നസ്തഈൻ ഈസാ നബിക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്താ ഈസാ നബിക്ക് അറിയാം? ഞാൻ ഇവിടെ നിന്ന് വിളിച്ചാൽ മുത്തുനബി കേൾക്കണമെങ്കിൽ ആര് സഹായം കൊടുക്കണം? അള്ളാഹ് കൊടുക്കണം. മുത്തുനബി നിങ്ങൾ എനിക്ക് ഉത്തരം തരണമെങ്കിൽ ആര് സഹായം കൊടുക്കണം? അള്ളാഹ് കൊടുക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ സഹായം അള്ളാഹുവിൽ നിന്നാണ്. മുത്തുനബി തങ്ങൾ സഹായിച്ചാലും ആ സഹായത്തിൻ്റെ ഉടമ അള്ളാഹുവാണ്. മുത്തുനബി തങ്ങളെ സഹായിക്കണമെങ്കിൽ ആര് കൊടുക്കണം? അള്ളാഹ് കൊടുക്കണം. അപ്പോൾ ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അതിലൊരു തർക്കമില്ല. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഉമ്മാനോട് ചോദിക്കണില്ല, വാപ്പാനോട് ചോദിക്കണില്ല, മുത്തുനബിയോട് ചോദിക്കണില്ല, ആരോടും ചോദിക്കണില്ല, നിന്നോട് മാത്രം എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞവരോടൊക്കെ ഞങ്ങൾ ചോദിച്ചാൽ പോലും ആ സഹായമൊക്കെ നിന്നിൽ നിന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ സഹായത്തിൻ്റെയും ഉടമ നീയാണ് റബ്ബേ, ഈ ബോധ്യത്തിലായിരിക്കണം. എന്നെ ആര് സഹായിച്ചാലും എൻ്റെ പ്രയാസഘട്ടത്തിൽ ഇപ്പോൾ എനിക്ക് കടം തന്നു, ആ സഹായവും പടച്ചോനെ നിന്നിൽ നിന്നാണ്. നീ കൈവിട്ട ഒരാളും എന്നെ തിരിഞ്ഞു നോക്കൂല. ആ ബോധ്യത്തിലാണ് ഇയ്യാക നസ്തഈൻ. പിന്നെയോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എന്നെ നേരായ ചൊവ്വായ പാതയിൽ നടത്തണേ അല്ലാ. ഏതാണ് ഈ ചൊവ്വായ പാത? അത് അടുത്ത ശേഷം പറയുന്നുണ്ട്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, എന്താ പറഞ്ഞ്? നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ് ചൊവ്വായ പാത. സിറാത്തൽ ഖുർആനി വൽ ഹദീസ്, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പാത എന്നല്ല പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറയാത്തത്? ശരിക്കും ഖുർആനും ഹദീസും അല്ലേ നമ്മുടെ വഴി? അതെ, നമ്മുടെ വഴി അത് തന്നെയാണ്. പിന്നെ എന്താ അങ്ങനെ പറയാതിരുന്നത്? അങ്ങനെ പറയാതിരുന്നതിൻ്റെ ആശയം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും. കാരണം ഖുർആനും ഹദീസും മുമ്പിൽ വെച്ചിട്ട്
പൂർവികരായ മഹാന്മാരൊക്കെ തള്ളിക്കളഞ്ഞ് സ്വന്തമായി ഖുർആനും ഹദീസും വ്യാഖ്യാനം എഴുതിയതിൻ്റെ പേരിലാണ് ഇന്ന് മുജാഹിദുകൾ 7-8 ഗ്രൂപ്പായി തമ്മിൽ തല്ലുന്നത്. ഇവർക്കെല്ലാവർക്കും വ്യത്യസ്ത ഖുർആൻ തർജ്ജമകളാണ്. അതായത് ജിന്നു മുജാഹിദിൻ്റെ തർജ്ജമ മടവൂർ മുജാഹിദിന് പറ്റൂല. മടവൂർ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഈ ഹുസൈൻ മടവൂരിൻ്റെ മുജാഹിദ്. ഇവരുടെ മറ്റേ ഖുർആൻ തർജ്ജമ മറ്റേ ടീമിന് പറ്റൂല. ഇവരുടെ തർജ്ജമ മറ്റേ ജമാഅത്തെ ഇസ്ലാമിക്ക് പറ്റൂല. ചിന്തിച്ചു നോക്കി, അവർക്കിടയിൽ തന്നെ അപ്പുറത്തുപ്പുറത്ത് 2 ഗ്രൂപ്പാണ്. ഇവരുടെ തർജ്ജമ തബ്ലീഗുകാർക്ക് പറ്റൂല. അപ്പം ഇത് പറയുന്നത് എന്താ? ഖുർആനും ഹദീസും എന്ന് നേരിട്ടങ്ങ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തോന്നിയ പോലെ തോന്നിയ നിലക്ക് വ്യാഖ്യാനിക്കും. നമ്മളെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഖുർആനും ഹദീസും പൂർവികരായ ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച മുഫസ്സിറുകൾ എങ്ങനെ പറഞ്ഞോ അങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുക. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ആ നല്ല പാത ഏതാണെന്നറിയോ? നീ അനുഗ്രഹിച്ചവരുടെ പാതയാണല്ല. അതേതാ? അത് ഖുർആൻ സുന്നത്തിൻ്റെ പാതയാണ്. ആ ഖുർആൻ സുന്നത്ത് എങ്ങനെ മനസ്സിലാക്കണം? പൂർവികരിൽ നിന്ന് കൈമാറിക്കിട്ടി അവർ ആശയം പറഞ്ഞു തന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ വഴി പിഴച്ചു പോകും. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഹദീസ് കാണുമ്പോഴേക്ക് അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് ചാടി വീഴരുത്. അബദ്ധമായി പോകും. കാരണം എന്താ? ആ ഹദീസിൻ്റെ ആശയം എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതിന് വിപരീതമെന്ന് തോന്നിക്കുന്ന പല ഹദീസുകളും ഇപ്പുറത്തുണ്ടാകാം. അതിനെ എല്ലാത്തിനെയും കൂട്ടിവെച്ച് ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള മഹാരഥന്മാർ മുമ്പേ നമുക്ക് ചർച്ച ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് മസാലകളായി നമ്മൾ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. അതിന് ചില ആളുകൾ ഇപ്പുറത്ത് നിന്ന് കൊഞ്ഞനും കുത്തും. അവർക്ക് ABCD ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ പാടില്ല. അവിടെയാണ് വിഷയം വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഗൈറിൽ മഗ്ദൂബി അലൈഹിം. നീ ദേഷ്യപ്പെട്ടവരുടെ പാതയല്ല അല്ലാ, നീ ദേഷ്യം പിടിച്ചവരുടെ പാതയല്ല അല്ലാ. വലദ്ദാല്ലീൻ. ശപിക്കപ്പെട്ടവരുടെയും പാതയല്ല അല്ലാ. ആമീൻ. നീ ഉത്തരം നൽകണേ അല്ലാ. ഒന്നുകൂടെ ആശയം നോക്കിയേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവോട് ഞാൻ കാവൽ തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അർ റഹ്മാനിർ റഹീം. അവൻ റഹ്മാനുമാണ് റഹീമുമാണ്. മാലികി യൗമിദ്ദീൻ. അന്ത്യനാളിൻ്റെയും ഉടമയായ അല്ലാഹു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നീ ഞങ്ങളെ നേരായ പാതയിൽ നടത്തണേ അല്ലാ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ആ ചൊവ്വായ പാത എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹിച്ചവരുടെ പാതയാണല്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. പടച്ചവനെ നീ ദേഷ്യപ്പെട്ടവരുടെയും ശപിച്ചവരുടെയും പാതയല്ല അല്ലാ. ക്ലിയറായോ? ഓതണം, മനസ്സറിഞ്ഞിങ്ങനെ ഓതണം. പറഞ്ഞതുപോലെ എല്ലാ എണ്ണവും കൃത്യമായിട്ട് നമ്മൾ ഓതിയാൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ അല്ലാഹു മാറ്റിത്തരും. റെഡിയല്ലേ? അപ്പോൾ റജബിൽ നമ്മളുള്ളത്. റജബിൻ്റെ ബർക്കത്തോടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി തരട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ, പടച്ചവനെ, ഞങ്ങൾ പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഏതൊരു പ്രയാസത്തിൻ്റെ നടുവിൽ ഞങ്ങൾ നിൽക്കുമ്പോഴും മനസ്സറിഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ആ പ്രയാസങ്ങൾക്കൊക്കെ നീ അറുതി വരുത്തണേ അല്ലാ, സമാധാനം തരണേ അല്ലാ. മാനസിക വിഭ്രാന്തിക്ക് പോലും ഫാത്തിഹ പരിഹാരമാണെന്ന് പറയുമ്പോൾ പടച്ചവനെ അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കാവൽ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് തരണേ അല്ലാ. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് കണ്ണേറിൽ നിന്ന് സിഹറിൽ നിന്ന് മുക്തി നൽകണേ അല്ലാ. കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. ഭക്ഷണത്തിൽ വിശാലത നൽകണയല്ല. ഒരാളുടെയും മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥ നൽകണയല്ല. കടബാധ്യതകൾ നീ ഏറ്റെടുക്കണയല്ല. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എന്തെല്ലാം മഹത്വങ്ങളുണ്ടോ ആ മഹത്വങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണയല്ല. ഫാത്തിഹയിലൂടെ നൽകി അനുഗ്രഹിക്കണയല്ല. പതിവാക്കാൻ തൗഫീക്ക് നൽകണയല്ല. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണയല്ല. സൂറത്തുൽ ഫാത്തിഹ ഓതി ഞങ്ങളിതാ അവരിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാ. ഞങ്ങൾ ഓതിയതിൻ്റെ മുഴുവൻ മിസ്ൽ സവാബ് കൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും
നീ സ്വർഗ്ഗപ്പൂന്തോപ്പ് ഖബറിൽ തന്നെ നൽകണയല്ല, സമാധാനം നൽകണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണയല്ല. ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ആരംഭപ്പൂവിനെ കണ്ടു മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണയല്ല. പടച്ചവനെ, വിവാഹപ്രായം എത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. വിവാഹം ഉറപ്പിച്ചവരുണ്ട് ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകണയല്ല. മക്കളെ നന്നാക്കണയല്ല. പഠനങ്ങളിൽ പുരോഗതി നൽകണയല്ല. ലൈസൻസുമായി ബന്ധപ്പെടുന്നവരുണ്ട് എളുപ്പത്തിൽ ടെസ്റ്റൊക്കെ പൂർത്തീകരിക്കാൻ വിജയിക്കാൻ തൗഫീക്ക് നൽകണയല്ല. പലവിധ റിപ്പോർട്ടുകൾക്കുമായി കാത്തിരിക്കുന്നവരുണ്ട് അനുകൂലമാക്കണയല്ല. യാ റബ്ബന, പല എക്സാമുകൾക്കും വേണ്ടി ഒരുങ്ങുന്നവർ പരിപൂർണ്ണ വിജയം നീ നൽകണയല്ല. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ല. ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ശോഭനമായ ഭാവി നൽകണയല്ല. യാ റബ്ബന, ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല. മക്കളില്ലാത്തവരെ നീ കൈവെടിയല്ലയല്ല. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. അർഹമുർറാഹിമായ റബ്ബേ, പലരും അസുഖബാധിതരാണ്, നീ പരിപൂർണ്ണ ശിഫ നൽകണയല്ല. മാറാ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലയല്ല. പലരും തൊലാഖിൻ്റെ വക്കീലാണ്, കുടുംബ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞവരുണ്ട്. പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ തൗഫീഖ് നൽകണയല്ല. യാ റബ്ബന, ഈ ദുനിയാവിലെ ചൂട് പോലും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്തുകൊണ്ട് ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വബാഹുൽ ഖൈർ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഓരോരുത്തരെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണയല്ല. ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന, ഇതിനെ സ്നേഹിക്കുന്ന, ലൈവായി കാണാൻ ഓടിയെത്തുന്ന, പിന്നീടാണെങ്കിലും സമയം കണ്ടെത്തി കാണുന്ന ഒരുപാട് സഹോദരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, അവർക്ക് നീ വലിയ വലിയ അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കണയല്ല. നീ കബൂൽ ചെയ്യണയല്ല. ഒരുപാട് ആഗ്രഹങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചവർ, ഞാനത് വായിക്കാൻ വിട്ടുപോയാലും എല്ലാം അറിയുന്നവനാണല്ലോ കരുണക്കടലായ തമ്പുരാനെ, നീ അതൊക്കെ നീ ഹാസുലാക്കി കൊടുക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.